ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി മസാല ടീ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനൊരു പൗഡർ നമ്മൾ തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ മസാല ടീ വേണമെന്ന് തോന്നുകയാണെങ്കിലും വളരെ പെട്ടെന്ന്, അതായത് ഒരു പാല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ടീ തയ്യാറാക്കാൻ പറ്റും. വേറെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി വീട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേടാവാതെ കുറേ ദിവസം നിൽക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ചായ പല രീതിയിൽ ഇഷ്ടമുള്ളവരുണ്ട്. കടുപ്പം കൂടിയിട്ടും കുറഞ്ഞിട്ടും മധുരം കൂട്ടിയിട്ടും ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട്. എന്നാൽ പൊതുവെ മസാല ടീ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഏലക്കയാണ്. ഞാൻ ഏലക്ക 15 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പട്ട 7 ഗ്രാം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു 3 ഗ്രാം എടുത്തിട്ടുണ്ട്. ചുക്ക് 15 ഗ്രാം എടുത്തിട്ടുണ്ട്. കുരുമുളക് 2 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തുളസി ഇട്ടിട്ടുണ്ട്. തുളസി എന്ന് പറയുമ്പം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യുക കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് കഴിയുന്നത് നിങ്ങളിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവുകളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിനി ഇതിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഇനി കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഏലക്ക, ചുക്ക് എപ്പോഴും ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്. കുരുമുളകൊക്കെ വളരെ കുറച്ച് മതിയാവും. അതായത് 15 ഗ്രാം ഏലക്ക എടുക്കുന്ന സമയത്ത് കുരുമുളക് വെറും 2 ഗ്രാം മാത്രം എടുത്തിരിക്കുന്നത്. പിന്നെ പട്ടയും ഗ്രാമും രണ്ടും കൂടി 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഏലക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് തൊലി കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണേ. ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഇതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഞാൻ അതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ തുളസിയിലൊക്കെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഫോമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ടീ പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടം പൊടിച്ച് ചേർക്കാം. അതുപോലെ ചായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ടീ പൗഡർ റെഡിയാണ്. അപ്പോൾ നമ്മൾ ചുക്ക് കാപ്പി പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടവർക്കറിയാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ല, ഇതുപോലെ മസാല വേറെ അതുപോലെ ടീ വേറെ അങ്ങനെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വേണം ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുക്കുന്ന സമയത്തും ഒട്ടും നനവൊന്നും ഇല്ലാത്ത സ്പൂണ് വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കുറേ കാലം കേടാവാതെ കിട്ടും കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് മസാല ടീ തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്പൂൺ ചായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ്സിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്താൽ നല്ല അടിപൊളി മസാല ടീ ഇവിടെ റെഡിയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ എന്നാലും നല്ല കിടുക്കാച്ചി മസാല ടീ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്കൊരു എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നൊരു ടീ ആണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.